നമസ്കാരം സർ. കേന്ദ്ര പദ്ധതികൾ കേന്ദ്രത്തിന്റെ പദ്ധതികളായി അംഗീകരിക്കാൻ കേരള സർക്കാർ എതിര് നിൽക്കുകയാണ്. സർക്കാരിന്റെ ഇത്തരത്തിലുള്ള മനോഭാവമാണോ കേരളത്തിന്റെ വികസനത്തിന് തടസ്സം? തീർച്ചയായിട്ടും നമ്മളത് അങ്ങനെയാണെന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് കേരളമാണ് എന്ന് ഇടയ്ക്കിടെ അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും കേരളത്തിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും കേരളത്തിന്റെ മാത്രം വികസന പ്രവർത്തനമാണ്, അതിൽ കേന്ദ്രത്തിന് യാതൊരു പങ്കുമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്നിവിടെയുള്ളത്. നമുക്കിത് വളരെ സ്പഷ്ടമായിട്ട് അറിയാം. അതായത് നാഷണൽ ഹൈവേ ആണെന്ന് എല്ലാവർക്കും അറിയാം. 6 വരി പാത വന്നു, അത് പണിതത് 1,65,000 കോടി രൂപ കേന്ദ്രം മുടക്കിയിട്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിട്ട് പോലും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മരുമകൻ മന്ത്രിയും ഇവരൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ദേശീയ പാത പണിതു, ഞങ്ങളുടെ കാലത്താണ് ഇത് സാധിച്ചത് എന്നൊക്കെയാണ്. പക്ഷെ ജനങ്ങൾക്ക് ഇത് അറിയാവുന്നതുകൊണ്ട് ജനങ്ങൾ അത് വലിയ ഗൗരവമായിട്ടൊന്നും എടുക്കുന്നില്ല. പക്ഷെ അതുപോലെയല്ല മറ്റു പല പദ്ധതികളും. ഇപ്പോൾ ഉദാഹരണത്തിന് തൊഴിലുറപ്പുകാരുടെ ശമ്പളം, ആ ശമ്പളം വാങ്ങുന്ന ആൾക്കാർക്ക് പോലും അറിയില്ലായിരുന്നു ഇത് കേന്ദ്രം തരുന്ന പണമാണ്. അത് പിണറായി വിജയനാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് പണം തരുന്നത് എന്നാണ് പാവങ്ങളായിട്ടുള്ള സ്ത്രീകളെ പറഞ്ഞ് പറ്റിച്ചിരുന്നത്. അതുപോലെ ആശാ വർക്കർമാരുടെ സമരം നടക്കുമ്പോൾ മാത്രമാണ് ആശാ വർക്കർമാരും അതുപോലെ തന്നെ പൊതുജനങ്ങളും അറിയുന്നത് ഇതിന്റെ ശമ്പളം തരുന്നത് കേന്ദ്രമായിരുന്നു എന്ന്. അപ്പോൾ പല കാര്യങ്ങളിലും, ഇപ്പൊ റെയിൽവേ വികസനമാണെങ്കിലും ഹൈവേ വികസനമാണെങ്കിലും ആശാ വർക്കർമാരുടെ ശമ്പളമാണെങ്കിലും അയൽക്കൂട്ടം ഈ അംഗൻവാടി ടീച്ചർമാരുടെ അവരുടെ ആനുകൂല്യങ്ങളും ശമ്പളമാണെങ്കിലും എല്ലാ മേഖലകളിലും കേന്ദ്രത്തിൻ്റെതായ പങ്ക് നൽകുന്നുണ്ട്. അതാണ് കേന്ദ്രത്തിന്റെ പങ്കാണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ പല ഘട്ടങ്ങളിലും കേന്ദ്രത്തിന്റെ പങ്ക് 60% മുതൽ 90%, ചിലപ്പോൾ 100% വരെയുണ്ട്. ഇപ്പോൾ ജൽജീവൻ മിഷൻ 100% കേന്ദ്ര പദ്ധതിയാണ്. ആ 100% വരുന്ന കേന്ദ്ര പദ്ധതിയിൽ നിന്ന് ഒരു വിഭാഗം പണമെടുത്ത് കേരളത്തിന്റെ വിഹിതമാണെന്നും പറഞ്ഞ് തിരിച്ചടയ്ക്കുമ്പോഴാണ് കേരള വിഹിതം എന്ന് പറയുന്നത്. പക്ഷെ 100% കേന്ദ്ര പദ്ധതിയാണ്. ഇപ്പൊ റേഷൻ വിതരണം 100% കേന്ദ്ര പദ്ധതിയാണ്. കിസാൻ സമ്മാൻ നിധി 100% കേന്ദ്ര പദ്ധതിയാണ്. ഇതുപോലെ നിരവധി കാര്യങ്ങളുണ്ട് കേന്ദ്ര പദ്ധതികൾ 100%. എന്നാൽ 10% മുതൽ 40% വരെ സംസ്ഥാന വിഹിതമുള്ള പദ്ധതികളും ഉണ്ട്. ഇതുപോലെയുള്ള പല പദ്ധതികളും നടപ്പാക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നു. ഇതെല്ലാം ഞങ്ങളാണ് തന്നുകൊണ്ടിരുന്നുള്ള കള്ളപ്രചരണം അസ്തമിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ പല വാദങ്ങളും നിരത്തുകയാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് വീട് വെച്ച് കൊടുക്കുന്ന പരിപാടി. ഇപ്പൊ കേന്ദ്രം വീട് വെച്ച് നൽകുന്നു, പദ്ധതി കേന്ദ്രത്തിൻ്റെതാണ്. അതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് മുഖേന എന്നുള്ള ഒരു ബോർഡ് അല്ലെങ്കിൽ സ്റ്റിക്കർ അല്ലെങ്കിൽ ലോഗോ വേണം എന്ന് പറയുമ്പോൾ അത് ആത്മാഭിമാനത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റ് അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു വീട് വെച്ച് കൊടുക്കുമ്പോൾ അവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ലോഗോ പതിപ്പിച്ചാൽ ഇത് ഞങ്ങളുടെ വീടല്ല, ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വീട്ടിലാണ് കിടക്കുന്നത് എന്നുള്ള മലയാളിയുടെ ആത്മാഭിമാനം മുറിപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആ പദ്ധതി അനുവദിക്കാത്തത്. ഇതാണ് സംസ്ഥാനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ കൂടി നാഷണൽ ഹൈവേ ഉണ്ട്, മലയാളികളൊക്കെ നാഷണൽ ഹൈവേ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മലയാളിയുടെ ആത്മാഭിമാനം മുറിപ്പെടും നാഷണൽ ഹൈവേയിൽ കൂടി യാത്ര ചെയ്താൽ. അതുകൊണ്ട് നാഷണൽ ഹൈവേയുടെ പേര് മാറ്റി സ്റ്റേറ്റ് ഹൈവേ എന്നാക്കണം എന്ന് പറയുന്നത് പോലെ തന്നെയല്ലേ ഉള്ളൂ ഈ കാര്യങ്ങളും. അപ്പോൾ ഒരാൾക്ക് പത്മശ്രീ കിട്ടിയെന്നിരിക്കട്ടെ, പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ഇതൊക്കെ കൊടുക്കുമ്പോൾ അതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ലോഗോയാണ്. ഇത് ആരെങ്കിലും കിട്ടിയാൽ അലമാരിക്കകത്ത് പൂട്ടി വെക്കാറൊന്നുമില്ല. അത് പരസ്യമായിട്ട് വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും പ്രദർശിപ്പിക്കും. പക്ഷെ അതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ലോഗോ ഉണ്ട്. പത്മശ്രീയുടെ ഏറ്റവും മുകളിൽ അശോക ചിഹ്നമാണ് ഉള്ളത്. അത് കേന്ദ്രത്തിന്റെ ആ ലോഗോ ഉള്ളത് കൊണ്ട് പത്മശ്രീ കിട്ടിയത് ആത്മാഭിമാനത്തെ മുറിപ്പെടുവിക്കും എന്നൊന്നും പറഞ്ഞിട്ട് ആ ഒരു തൊടുന്യായം കൊണ്ടൊന്നും ഈ പറയുന്ന ആരോപണം നിലനിൽക്കാൻ പോകുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളല്ല ഇതൊക്കെ ചെയ്യുന്നതെന്നും കൂടുതൽ പണം തരുന്നത് കേന്ദ്രമാണ് എന്നും സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നാൽ ഇവിടെ BJP ശക്തിപ്പെടുകയും ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായ പരാജയം സംഭവിക്കുകയും ചെയ്തേക്കാം, വോട്ട് കുറയാം എന്നുള്ള ഭയമാണ് കേന്ദ്രത്തിന്റെ പേര് പറയാനുള്ള മടി. പക്ഷെ സംഭവിക്കുന്ന എന്താ? ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ, ആശുപത്രികൾ, സർക്കാർ ആശുപത്രികൾ, കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു
അഖിലേന്ത്യാ തലത്തിൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് ബോർഡ് വെക്കണം. അത് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം 3 ഭാഷയിൽ എഴുതി വെക്കണം എന്ന് കേന്ദ്രം പറഞ്ഞു. കാരണം ഭൂരിപക്ഷം തുകയും തരുന്നത് കേന്ദ്രമാണ്. അപ്പൊ സംസ്ഥാന മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും പറഞ്ഞു, ഇത് മലയാളിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യലാണ്. മന്ദിർ എന്ന വാക്ക് ഹിന്ദു വർഗീയതയാണ്. അതുകൊണ്ട് മന്ദിർ എന്ന വാക്കും ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നുള്ള പദ്ധതിയൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അതുകൊണ്ട് കിട്ടാവുന്ന ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് വേണ്ട എന്ന് ആരോഗ്യമന്ത്രി പരസ്യമായി പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറഞ്ഞു. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന ഹിന്ദു വർഗീയ നാമം പേറിക്കൊണ്ട്, അടിമത്തം പേറിക്കൊണ്ട്, ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് കേരള ഗവൺമെന്റിന് കേന്ദ്രവിഹിതം വേണ്ട എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞു. അതിനുശേഷം അത് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടാതെ വന്നു. വേണ്ടാന്ന് പറഞ്ഞ വിഹിതമാണ്. 620 കോടി രൂപ കേന്ദ്രത്തിൽ നിന്നും കിട്ടാതെ വന്നപ്പോൾ സർക്കാർ ആശുപത്രിയിലെ തൂപ്പുകാരൻ മുതൽ അവിടുത്തെ ഡോക്ടർമാർക്ക് വരെയുള്ള ശമ്പളം മുടങ്ങി. ശമ്പളം മുടങ്ങിയെന്ന് കണ്ടപ്പോൾ 2.5 വർഷത്തിന് ശേഷം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ കാല് പിടിച്ച് കരഞ്ഞപ്പോ 120 കോടി രൂപ കൊടുത്തു. അത്യാവശ്യം ശമ്പളം മുടങ്ങാതെ പോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ 2 വർഷക്കാലമായി ലാപ്സായി പോയ 620 കോടി രൂപ കേരള സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതിന്റെ ഫലമായി ആശുപത്രിയിൽ മരുന്നില്ല, ഉപകരണങ്ങളില്ല, സ്റ്റാഫ് ഇല്ല എന്നുള്ള അവസ്ഥ വന്നു. ഇപ്പൊ എന്താണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്? അത് OP ടിക്കറ്റിന്റെ വില കൂട്ടി. അങ്ങനെ വില കൂട്ടിക്കൊണ്ട് അധിക വരുമാനം കണ്ടെത്തി ജനങ്ങൾക്ക് സേവനം കൊടുക്കാം. എന്നാൽ പോലും കേന്ദ്രത്തിൻ്റെത് വേണ്ട. പക്ഷെ അവസാനം കേന്ദ്രത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നു. 2.5 വർഷത്തിന് ശേഷം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും ബോർഡ് വെച്ചു. എന്നിട്ട് ഇപ്പൊ എന്താ പറയുന്നത്? അന്ന് ഞങ്ങൾക്ക് തരാതിരുന്ന 620 കോടി രൂപ തരാമോ? കേന്ദ്രം പറഞ്ഞു, ലാപ്സായി പോയ തുക, വർഷങ്ങൾക്ക് മുമ്പ് ലാപ്സാക്കി കളഞ്ഞ തുക ഇപ്പോൾ തരാൻ സാധ്യമല്ല. അതിന്റെ നടപടിക്രമം അങ്ങനെയാണ്. പക്ഷേ അപ്പോൾ എന്താ? കേന്ദ്രം ഞെരുക്കുന്നു, കേന്ദ്രം ഞങ്ങളുടെ ആനുകൂല്യം വെട്ടിക്കുറയ്ക്കുന്നു. ഈ ഒരു ആരോപണമാണ്. സത്യത്തിൽ നമ്മൾ ഒരു സ്വതന്ത്ര രാജ്യമല്ല, നമ്മളൊരു രാജ്യത്തെ സംസ്ഥാനം മാത്രമാണ് എന്ന സത്യം തുറന്നു പറയാനും അംഗീകരിക്കാനും സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് കേരളമാണെന്ന് പറഞ്ഞാൽ കേരളം ഇന്ത്യക്ക് അകത്തല്ല എന്നും ഇന്ത്യ കേരളത്തിനകത്താണെന്നും ഭാവിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മണ്ടത്തരത്തിന്റെ അല്ലെങ്കിൽ ധിക്കാരത്തിന്റെ പരിണിത ഫലം, തിക്തഫലമാണ് കേരളീയ ജനങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാറേ, ഇതിൻ്റെ ഇടയിലെ KV തോമസിന്റെയും കേരള ഗവർണറുടെയും സാന്നിധ്യത്തിൽ കേരള മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ കാണുകയുണ്ടായി. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇതോടുകൂടി പരിഹാരം കാണാനാവുമോ? ഏതായാലും വളരെ ശുഭോദർക്കമായ ഒരു കൂടിക്കാഴ്ചയാണ് അത് എന്ന് ഞാൻ കരുതുന്നു. കാരണം കേരളത്തിന്റെ പ്രശ്നങ്ങളോടൊപ്പം നിൽക്കാൻ സംസ്ഥാന ഗവർണർ തയ്യാറാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം മുഖ്യമന്ത്രിയോടും KV തോമസിനോടും ഒപ്പം കേന്ദ്രമന്ത്രി, ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കാണാൻ വേണ്ടി ഡൽഹിക്ക് പോയത്. നിർമ്മല സീതാരാമൻ അതിനേക്കാൾ വളരെ വിനീത വിധേയ എന്ന നിലയിൽ ഒരിക്കലും തന്റെ ഓഫീസിൽ വന്ന് കാണാൻ പോലും അവരെ ക്ഷണിക്കാതെ അവരിരുന്ന സ്ഥലത്തേക്ക്, അതായത് കേരള ഹൗസിലേക്ക് എത്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ഗവർണറെയും KV തോമസിനെയും കാണാനും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തയ്യാറായി. അതായത് കേന്ദ്രം നിയോഗിച്ച RSSകാരനായ ഗവർണറും കേന്ദ്രത്തിന്റെ ധനകാര്യമന്ത്രിയും കേരളത്തിന്റെ പ്രശ്നങ്ങളെ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തയ്യാറായി എന്നുള്ളതിന്റെ വലിയ തെളിവാണ് ഇത്. അപ്പോൾ ഈ ഒരു അനുകൂല സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് മുഖ്യമന്ത്രിയും അവരുടെ നയം മാറ്റുകയാണ് എന്ന് നമുക്ക് ധരിക്കാം. ആ നയമാറ്റം കേരളത്തിന് പ്രയോജനം ചെയ്യട്ടെ എന്ന് നമുക്ക് ആശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യാം. താങ്ക് യു സർ.